നമസ്കാരം. സൈന്യത്തെ വേണ്ടെന്ന് പറഞ്ഞ് ഇസ്രയേലിലെ കറുത്ത കുപ്പായക്കാർ തെരുവിലേക്കിറങ്ങി. ലക്ഷക്കണക്കിന് ഹറൈദികളാണ് സൈനിക നിയമനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആരാണ് ഇവർ? സൈന്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തിന്? നമുക്കൊന്ന് നോക്കാം. ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ നെടുംതൂണായ സൈനിക സേവനത്തെ ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരു വലിയ വിഭാഗം, അതാണ് അൾട്രാ ഓർത്തഡോക്സ് ജൂതന്മാർ അഥവാ ഹറൈദികൾ. മതപഠനം മാത്രമാണ് തങ്ങളുടെ ദൗത്യമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമൂഹം രാജ്യത്തെ നടുക്കി ഒരു മഹാപ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ജെറുസലേം നഗരത്തിന്റെ പ്രവേശന കവാടം അടച്ച് ലക്ഷക്കണക്കിന് ഹറൈദി പുരുഷന്മാർ നടത്തിയ ഈ പ്രാർത്ഥനാ റാലി ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തീവ്രമായ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു. ഇവരെ സൈന്യത്തിൽ ചേർക്കാനുള്ള നിയമം റദ്ദാക്കാനുള്ള പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വാഗ്ദാനം പാഴായതോടെയാണ് പ്രതിഷേധം ആളിക്കത്തിയത്. പ്രതിഷേധത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച ഒരു അപ്രതീക്ഷിത ദുരന്തമാണ് ജെറുസലേമിൽ സംഭവിച്ചത്. റാലിക്കിടെ നഗരമധ്യത്തിലെ പണി നടക്കുന്ന ഒരു ഉയർന്ന കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഹറൈദി യുവാക്കളുടെ കൂട്ടത്തിൽ ഒരാളായ മെനാക്കം മെൻഡൽ ലിസ്റ്റ്മാൻ താഴെ വീണ് മരിച്ചു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ ഈ യുവാവിന്റെ മരണകാരണം ആത്മഹത്യയാകാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെയാണ് സംയുക്തമായി പ്രതിഷേധം നയിച്ച വിവിധ ഹറൈദി ഗ്രൂപ്പുകൾക്ക് റാലി തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. ഹറൈദികളുടെ പ്രതിഷേധം വളരെയധികം സംഘർഷം നിറഞ്ഞതായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടുകയും റോഡുകളിൽ തീയിടുകയും ചെയ്തു. കൂടാതെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങളുമുണ്ടായി. ഹറദികൾക്ക് അനുകൂലമായ നിയമം കൊണ്ടുവരാത്ത പക്ഷം നെതന്യാഹു ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഷാസ് പാർട്ടി ഭീഷണിപ്പെടുത്തി. ഷാസ് പാർട്ടിയുടെ നിലപാട് വളരെയധികം നിർണായകമാണ്. കാരണം 120 അംഗ പാർലമെന്റിൽ കഷ്ടിച്ച് ഭൂരിപക്ഷമുള്ള നെതന്യാഹു സർക്കാരിന്റെ താക്കോലാണ് ഇപ്പോൾ ഹറദി കക്ഷികളുടെ കൈകളിൽ. സൈനിക നിയമന ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിനെ അവർ താഴെ വീഴ്ത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ജെറുസലേം തെരുവുകളിൽ ഇളകിമറിഞ്ഞ ലക്ഷക്കണക്കിന് കറുത്ത കുപ്പായക്കാർ ഇസ്രയേലി സമൂഹത്തിൽ ആഴത്തിലുള്ള ഒരു ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിജീവനമോ അതോ മതപരമായ പൂർണ്ണമായ ഒഴിവാക്കലോ? ഒരു വശത്ത് യുദ്ധമുഖത്തെ സൈനികരുടെ ചോരയും മറുവശത്ത് മതപഠനത്തിന്റെ പവിത്രതയും വരുമ്പോൾ ഈ പ്രതിസന്ധിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നെതന്യാഹു സർക്കാരിന് ഇതേവരെയും കഴിഞ്ഞിട്ടില്ല. നിർബന്ധിത സൈനിക സേവന നിയമം ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുമോ അതോ ഹറൈദി സമുദായത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹു തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിയമത്തെ അട്ടിമറിക്കുമോ? മെനാക്കം മെൻഡൽ ലിസ്റ്റ്മാന്റെ ദുരൂഹമരണം ഈ വിഷയത്തിന് മേൽ ഒരു കറുത്ത നിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഈ രക്തക്കറ നെതന്യാഹുവിന്റെ സർക്കാരിന്റെ പതനത്തിന് കാരണമാകുമോ അതോ ഇസ്രയേലിന്റെ സൈനിക ആവശ്യങ്ങൾക്കായി ഹറദികൾക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വരുമോ? ഇസ്രയേലിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഭൂപടം മാറ്റിവരയ്ക്കാൻ പോന്ന ഈ പ്രക്ഷോഭം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.